ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് എൻ്റെ ബൈക്ക്. ഇത് ഹോണ്ടയുടെ ഡ്രീം യുഗ എന്ന മോഡലാണ്. ഇപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ എഞ്ചിൻ ഓയിൽ മാറാനുള്ള സമയമായി. പഴയ ഓയിൽ മാറി പുതിയ ഓയിൽ ഒഴിക്കുന്നതിന് മുൻപായി ബൈക്കിൻ്റെ എഞ്ചിൻ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനായി ആദ്യം തന്നെ ഒരു പ്ലെയർ ഉപയോഗിച്ച് എഞ്ചിനിൽ നിന്നും അതിൻ്റെ ഓയിൽ ഡിപ്സ്റ്റിക് ഊരി മാറ്റുകയാണ്. ഒരു പഴയ തുണി ഉപയോഗിച്ച് ആ ഭാഗം നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ചെറിയ ഫണൽ വെച്ചു കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട എൻജിൻ ഓയിൽ ഫ്ലഷ്. ഈ കെമിക്കൽ ഉപയോഗിച്ചാണ് ഞാനിന്ന് എൻ്റെ ബൈക്കിൻ്റെ എൻജിൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ പഴയ ഓയിലിനൊപ്പം എൻജിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഫണൽ എടുത്തു മാറ്റാം. ഇനി ഊരി മാറ്റിയ ഡിപ്സ്റ്റിക്ക് തിരികെ വെച്ച് ഇത് അടയ്ക്കാം. അതിനുശേഷം കീ ഓണാക്കി ഗിയർ ന്യൂട്രലിൽ ഇട്ട് ബൈക്ക് 10-20 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഈ സമയം ബൈക്കിന് വെറുതെ ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ മതിയാകും. കാരണം ഈ സമയം ഫ്ലഷിന്റെ കെമിക്കൽ റിയാക്ഷൻ മൂലം ഓയിലിന്റെ കട്ടി കുറയുന്നു. അപ്പോൾ എഞ്ചിന് ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ ലഭിക്കില്ല. ഈ സമയം എഞ്ചിന് അധികം സമ്മർദ്ദം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ദീർഘകാലത്തെ ഉപയോഗം മൂലം നമ്മുടെ ബൈക്കിന്റെ എഞ്ചിന്റെ ഉള്ളിൽ ഒരുപാട് കാർബൺ ഡെപ്പോസിറ്റ്സും പഴകിയ ഓയിലും ചേർന്ന് ചെളി രൂപത്തിൽ മെറ്റൽ പാർട്സുകൾക്കിടയിൽ അവശേഷിക്കുന്നുണ്ടാകും. അവയെല്ലാം പഴയ എഞ്ചിൻ ഓയിലിനൊപ്പം പുറത്തേക്ക് മാറ്റാനാണ് നമ്മൾ എഞ്ചിൻ ഇതുപോലെ ഫ്ലഷ് ചെയ്യുന്നത്. ഇങ്ങനെ എഞ്ചിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട്. ഈ സമയം കൊണ്ട് ബൈക്കിന്റെ എഞ്ചിന്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാർബണും കരിയോയിലും എല്ലാം തന്നെ ഈ എഞ്ചിൻ ഓയിൽ ഫ്ലഷിന്റെ കെമിക്കൽ റിയാക്ഷൻ മൂലം ഇളകി പഴയ ഓയിലിന്റെ ഒപ്പം ചേർന്നിട്ടുണ്ടാവും. ഇനി ബൈക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി എഞ്ചിനിൽ നിന്നും പഴയ ഓയിൽ മാറ്റാം. അതിനായി അനുയോജ്യമായ ഒരു റിംഗ് സ്പാനർ എടുക്കാം. അതുകൂടാതെ ഉപയോഗശൂന്യമായ ഒരു പാത്രം ബൈക്കിനടിയിലായി എഞ്ചിന് നേരെ താഴെയായി വെച്ചു കൊടുക്കാം. ഇനി എഞ്ചിന്റെ നേരെ അടിഭാഗത്തായി കാണുന്ന ഈ ബോൾട്ട് ഒരു റിംഗ് സ്പാനർ ഉപയോഗിച്ച് അഴിച്ച് മാറ്റാം. കൃത്യമായ അളവിലുള്ള സ്പാനർ ഉപയോഗിച്ച് തന്നെ ഈ ബോൾട്ട് അഴിക്കാൻ ശ്രദ്ധിക്കുക. സാധാരണ സ്പാനർ ഉപയോഗിച്ച് ഈ ബോൾട്ട് അഴിക്കാൻ ശ്രമിച്ചാൽ അത് സ്ലിപ്പായി ബോൾട്ടിന്റെ ഹെഡ് തേഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഈ ബോൾട്ട് അഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് ഇരട്ടിപ്പണിയാകും. അതുകൊണ്ട് കഴിവതും അനുയോജ്യമായ റിംഗ് സ്പാനർ ഉപയോഗിച്ച് തന്നെ ഈ ബോൾട്ട് അഴിക്കാൻ ശ്രമിക്കുക. ഇനി ഈ ഹോളിൽ നിന്നും വരുന്ന പഴകിയ എഞ്ചിൻ ഓയിൽ നിലത്ത് പോകാതെ ഈ പാത്രത്തിലേക്ക് മാറ്റാം. പഴകിയ ഓയിൽ മുഴുവൻ ഊറ്റിക്കളയാനായി അല്പനേരം കാത്തിരിക്കാം. ഇനി 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റ് 40 മിനിറ്റ് 50 മിനിറ്റ് 60 മിനിറ്റ് 70 മിനിറ്റ് 80 മിനിറ്റ് 90 മിനിറ്റ് 100 മിനിറ്റ് 120 മിനിറ്റ് 150 മിനിറ്റ് 200 മിനിറ്റ് 300 മിനിറ്റ് 400 മിനിറ്റ് 500 മിനിറ്റ് 600 മിനിറ്റ് 700 മിനിറ്റ് 800 മിനിറ്റ് 900 മിനിറ്റ് 1000 മിനിറ്റ് 10,000 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 മിനിറ്റ് 10,0
പഴകിയ ഓയിൽ പാത്രത്തിൽ നിന്നും ചുരിഞ്ഞ് ഒരല്പം താഴെ പോയിട്ടുണ്ട്. എന്തായാലും സാരമില്ല. ഇപ്പോൾ എഞ്ചിനിൽ നിന്നും പഴയ ഓയിൽ മൊത്തം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഊരി മാറ്റിയ ബോൾട്ട് തിരികെ ഘടിപ്പിക്കാം. സ്പാനർ ഉപയോഗിച്ച് ബോൾട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം എഞ്ചിനിൽ നിന്നും ഓയിൽ ഡിപ്സ്റ്റിക് ഊരി മാറ്റി ആ സ്ഥാനത്ത് ഒരു ഫണൽ വെച്ച് കൊടുക്കാം. ഇതാണ് ഞാൻ ഇതിന് തൊട്ടു മുൻപുള്ള വീഡിയോയിൽ കാണിച്ച എഞ്ചിൻ ഓയിൽ. അപ്പോൾ ഈ ഓയിലാണ് ഞാൻ എൻ്റെ ബൈക്കിൻ്റെ എഞ്ചിനിൽ ഇനി ഒഴിക്കാൻ പോകുന്നത്. ഇത് 900 ml ഓയിലുണ്ട്. എൻ്റെ ബൈക്കിൻ്റെ യൂസർ മാനുവൽ പരിശോധിച്ചപ്പോൾ അതിൽ പറയുന്നത് 800 ml ഓയിൽ മതിയാകും ഈ ബൈക്കിൻ്റെ എഞ്ചിനിൽ ഒരു തവണ ഒഴിക്കാനായിട്ട് എന്നാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഓയിൽ മൊത്തം ഇതിലേക്ക് ഒഴിക്കുന്നില്ല. ഇതിൽ നിന്നും ഒരല്പം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതൊരു 100cc സെഗ്മെന്റിൽ പെടുന്ന ബൈക്കാണ്. മിക്ക ആൾക്കാരും ഇതുപോലുള്ള ബൈക്കുകൾക്ക് 1 ലിറ്റർ ഓയിൽ ഒഴിക്കാറുണ്ട്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ 800 ml ഓയിലാണ് സാധാരണ 100cc സ്കൂട്ടറുകളിൽ ഒഴിക്കാറുള്ളത്. സ്കൂട്ടറിലായാലും ബൈക്കിലായാലും അതിൽ ഒഴിക്കേണ്ട എഞ്ചിൻ ഓയിലിൻ്റെ അളവ് കൃത്യമായി അതിൻ്റെ യൂസർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. എഞ്ചിൻ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ആ അളവിൽ ഓയിൽ ഒഴിക്കുന്നതായിരിക്കും അനുയോജ്യം. ഇപ്പോൾ ഏകദേശം ഒരു 800 ml ഓയിൽ ഞാൻ ഈ എഞ്ചിനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഏകദേശം 100 ml ഓയിൽ ഞാൻ മാറ്റി വെക്കുകയാണ്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഫണൽ എടുത്ത് മാറ്റാം. ഇനി ഊരി മാറ്റിയ ഓയിൽ ഡിപ്സ്റ്റിക് തിരികെ ഭദ്രമായി എഞ്ചിനിൽ അടച്ചു വയ്ക്കാം. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ബൈക്കിൻ്റെ ഓയിൽ മാറുന്നത്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കണ്ടുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.